ഒരു ട്രെയിൻ ഓടുന്നു. അതിൽ ഡീസൽ ഇല്ല, പെട്രോൾ ഇല്ല, കൽക്കരിയില്ല, മുകളിൽ നിന്ന് വൈദ്യുതിയും കൊടുക്കുന്നില്ല, പുക പോലുമില്ല. എക്സോസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വെള്ളം മാത്രം. സയൻസ് ഫിക്ഷൻ സിനിമയല്ലിത്. ഇന്ത്യയിൽ ഇപ്പോൾ ഓടിത്തുടങ്ങിയ ഹൈഡ്രജൻ ട്രെയിനാണ്. ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് റൂട്ടിലാണ് ഭാരതത്തിന്റെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ചൂളം വിളിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഹൈഡ്രജൻ ട്രെയിനിന് പച്ചക്കൊടി വീശിയതോടെ സാങ്കേതിക രംഗത്ത് ഇന്ത്യ വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്തിയത്. ജർമ്മനി, ചൈന, ഫ്രാൻസ്, സ്വീഡൻ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഹൈഡ്രജനിലോടുന്ന ട്രെയിൻ എന്നത് മാത്രമല്ല, ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും ശേഷിയുള്ള ഹൈഡ്രജൻ ട്രെയിൻ കൂടിയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഇവിടെ തന്നെ പൂർണ്ണമായി വികസിപ്പിച്ച് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഭാവിയുടെ ഇന്ധനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ശ്വാസത്തിൽ പറയാവുന്ന മറുപടിയാണ് ഹൈഡ്രജൻ എന്ന്. നിങ്ങൾക്കറിയാമോ, ഈ മഹാപ്രപഞ്ചത്തിലെ സാധാരണ ദ്രവ്യത്തിന്റെ ഏകദേശം 75% മാസ് ഹൈഡ്രജനാണ്. അവിശ്വസനീയമായി തോന്നുന്നു, സത്യമാണത്. ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ സ്വന്തം സൂര്യനടക്കം മില്യൺ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളിൽ നടക്കുന്ന ഊർജ ഉൽപാദനം മുഴുവൻ ഹൈഡ്രജൻ ഉപയോഗിച്ചാണ്. ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ ഉരുകിച്ചേർന്ന് ഹീലിയമായി മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയാണത്. മൂലകങ്ങളിൽ വെച്ച് ഏറ്റവും ലളിതവും ഭാരം കുറഞ്ഞതുമായതുകൊണ്ടാണ് ഇത് പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമായി ഉള്ളത്. പക്ഷെ ഇത്ര ലളിതമായ ഈ മൂലകത്തെ ഭൂമിയിൽ ഇന്ധനമാക്കി ഉപയോഗിക്കുക എന്നത് അത്ര എളുപ്പമല്ല, ലളിതവുമല്ല. അതിസങ്കീർണവും അപകടം പിടിച്ചതുമായ മാർഗങ്ങളിലൂടെയാണ് ഹൈഡ്രജനെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കാൻ സാധിച്ചാൽ അതൊരു മഹാവിപ്ലവമായിരിക്കും. നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ? എന്നാ തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. ശാസ്ത്രത്തെ ലളിതമായും തെളിവുകളുടെ അടിസ്ഥാനത്തിലും അവതരിപ്പിക്കുന്ന സയൻസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കൂ. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ സുഹൃത്തുക്കൾക്കൊപ്പം ഷെയർ ചെയ്യൂ. ഇനിയും സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തൂ. അപ്പോൾ ഇനി നമുക്ക് വസ്തുതകളും ശാസ്ത്രവും മാത്രം സംസാരിക്കാം. അതേ കൂട്ടുകാരെ, ഈ പ്രപഞ്ചത്തിന്റെ 75% ഹൈഡ്രജനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് തോന്നുന്നുണ്ടല്ലേ? പറയാം. ഈ പ്രപഞ്ചത്തിലെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്നറിയാമല്ലോ. ഈ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ അടിസ്ഥാന കണങ്ങൾ കൊണ്ടാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജില്ലാത്ത ന്യൂട്രോണും അടങ്ങിയ ഒരു ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകളുടെ തുല്യ എണ്ണം ഇലക്ട്രോണുകളും ഉള്ളതുകൊണ്ട് ഒരു ആറ്റം എപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രലായിരിക്കും. ഈ കണങ്ങളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ആ ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളും വ്യത്യാസപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന്, കാർബണിന്റെ ന്യൂക്ലിയസിൽ 6 പ്രോട്ടോണുകളും 6 ന്യൂട്രോണുകളും ഉണ്ട്. ചുറ്റുമായി 6 ഇലക്ട്രോണുകൾ കറങ്ങുന്നുമുണ്ട്. എന്നാൽ ഓക്സിജൻ 8 പ്രോട്ടോണുകളും 8 ന്യൂട്രോണുകളും 8 ഇലക്ട്രോണുകളും ഉണ്ട്. ഇതാണ് മൂലകങ്ങൾ തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം. ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങളുടെ എണ്ണം കൂടുന്തോറും അവ തമ്മിലുള്ള ഇന്ററാക്ഷൻ, സങ്കീർണത എല്ലാം കൂടും. എന്നാൽ ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്താൽ അതിൻ്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ചുറ്റുമായി ഒരേ ഒരു ഇലക്ട്രോണും. കഴിഞ്ഞു. ഇത്രയുള്ളൂ ഒരു ഹൈഡ്രജൻ ആറ്റം. വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സങ്കീർണതകളൊന്നുമില്ല. അതായത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും അടങ്ങിയ ലളിതമായ സംവിധാനമാണ് ഹൈഡ്രജൻ ആറ്റം. ഇത്രയേറെ ലളിതമായത് കൊണ്ടാണ് ഹൈഡ്രജൻ ഏറ്റവും അധികമായി കാണുന്നതും. ചുറ്റുമൊന്ന് നോക്കൂ. ഭൂമിയിൽ ഏറ്റവും കാണുന്ന ഖരവസ്തു മണലല്ലേ? അതെ, ലളിതമായത് എന്തും ധാരാളമായി ഉണ്ടാകും. ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഇത്രയധികമുള്ള ഏറ്റവും ലളിതമായ ഇവനെ അങ്ങ് ഉപയോഗിച്ചാൽ പോരെ? അതിനെന്താ ഇത്ര പ്രയാസം? അവിടെയാണ് കൂട്ടുകാരെ പ്രശ്നം കിടക്കുന്നത്. ഇത് ഇത്രയ്ക്ക് ഭാരം കുറഞ്ഞതും ലളിതവും ആയതുകൊണ്ട് തന്നെ ഇവനെ കൈകാര്യം ചെയ്യാനും അടക്കി നിർത്താനും വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീട്ടിൽ ഭാരമുള്ള പുസ്തകങ്ങൾ, മേശ, കട്ടിൽ, അലമാര ഒക്കെ ഒരിടത്ത് വെച്ചാൽ അവിടെ ഇരുന്നോളും. എന്നാൽ നാം ഒക്കെ ഏറ്റവും കഷ്ടപ്പെടുന്നത് നിസ്സാരമായ പൊടി അടിച്ചു വാരാനും ചിലന്തി വല തൂക്കാനും ഒക്കെ അല്ലേ? മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് പറഞ്ഞു വന്നേ ഉള്ളൂ. ഒന്നാമത്, ഭൂമിയിൽ സ്വതന്ത്രാവസ്ഥയിൽ ഹൈഡ്രജൻ തീരെ കുറവാണ്. ഉള്ളത് തന്നെ വായുവിനേക്കാൾ ഭാരം തീരെ കുറവായതുകൊണ്ട് അന്തരീക്ഷത്തിന്റെ മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ കൈവിട്ടാൽ മുകളിലേക്ക് പറന്നു പോകുന്നത്. ഇക്കാരണം കൊണ്ടൊക്കെയാണ് ഭൂമിയിൽ ഹൈഡ്രജൻ കാണുന്നത് മറ്റു മൂലകങ്ങളുമായി ചേർന്ന സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ടുകളായിട്ടാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളം തന്നെയാണ്. വെള്ളം എന്നത് 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നതാണ്.
അതാണ് വെള്ളത്തിൻ്റെ ഒരു മോളിക്യൂൾ അഥവാ തന്മാത്ര. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുല H2O ആയത്. അതായത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും. ഇങ്ങനെ പല മൂലകങ്ങളുമായി ചേർന്ന സംയുക്ത രൂപത്തിൽ ഹൈഡ്രജൻ ഇവിടെ ധാരാളമുണ്ട്. അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനെ പിടിച്ചൊന്ന് കല്യാണം കഴിപ്പിച്ചാൽ അടങ്ങിയൊതുങ്ങി ജീവിക്കുന്നത് പോലെ സംയുക്ത രൂപങ്ങളിൽ ഹൈഡ്രജൻ നല്ല കുട്ടിയാണ്. ഇതിൽ നിന്ന് വേർതിരിച്ച് സംരക്ഷിച്ച് സ്റ്റോർ ചെയ്താണ് ഹൈഡ്രജനെ ഉപയോഗിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. പറഞ്ഞല്ലോ, സ്വതന്ത്രാവസ്ഥയിൽ ഹൈഡ്രജൻ വാതകമാണ്. അതിനെ സ്റ്റോർ ചെയ്താൽ തന്നെ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. കൂടുതലായി ഹൈഡ്രജനെ ഉപയോഗിക്കാൻ അവനെ വലിയ മർദ്ദത്തിൽ കംപ്രസ് ചെയ്യണം. അതിലും കൂടുതൽ വേണമെങ്കിൽ ദ്രാവകമാക്കണം. ഹൈഡ്രജൻ ദ്രാവകമാകുന്നത് 0-ന് താഴെ -263 ഡിഗ്രിയിലാണ്. അത്ര വലിയ തണുപ്പുണ്ടാക്കുക എന്നത് വലിയ പ്രയാസമാണ്. അതുമല്ല, ആ ടെമ്പറേച്ചറിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ലോഹങ്ങളുടെയും അലോയികളുടെയും സ്ട്രക്ചർ താറുമാറായി പൊടിഞ്ഞു പോകും. അപ്പോൾ ആ കൊടും തണുപ്പ് അതിജീവിക്കാൻ കഴിയുന്ന അലോയികളും അതുകൊണ്ടുള്ള കണ്ടെയ്നറുകളും ഉണ്ടാക്കണം. അതിൻ്റെ ഉള്ളിൽ ആ ചെറിയ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെ ദ്രാവകാവസ്ഥയിലായ ഹൈഡ്രജൻ അത്യന്തം റിയാക്റ്റീവാണ്, വളരെ അപകടകരമാണ്. ഈ പ്രക്രിയ വളരെ സങ്കീർണവും ചെലവേറിയതുമാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഹൈഡ്രജൻ വ്യാപകമായി ഇന്ധനമാകാതിരുന്നത്. എന്നാൽ സ്പേസ് ടെക്നോളജിയിൽ പതിറ്റാണ്ടുകളായി ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്നായി കേട്ടുപരിചയമുള്ള ഈ ചാനലിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ള ക്രയോജനിക് എഞ്ചിനിലെ ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജനാണ്. മേൽപ്പറഞ്ഞ ഭീകരമായ തണുപ്പുള്ള അവസ്ഥയാണ് ക്രയോജനിക് കണ്ടീഷൻ. ആ കണ്ടീഷനിലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവയെ ക്രയോജനിക് എഞ്ചിനുകൾ എന്ന് വിളിക്കുന്നത്. സാധാരണ ഇന്ധനങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജത്തിൻ്റെ പരമാവധി 60-70% മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ ലഭിക്കുകയുള്ളൂ. ബാക്കി കരിയും പുകയും ഒക്കെയായി പോകും. എന്നാൽ ഹൈഡ്രജന്റെ കേസിൽ ഇത് 90-95%. അതുകൊണ്ടാണ് ക്രയോജനിക് എഞ്ചിനുകൾക്ക് എഫിഷ്യൻസി കൂടുതലാണ് എന്ന് പറയുന്നത്. എന്നാൽ റോക്കറ്റിൽ ഉപയോഗിക്കുന്നത് പോലെ അല്ല ഹൈഡ്രജനെ ട്രെയിനിലും വാഹനങ്ങളിലും ഉപയോഗിക്കുന്നത്. അതാണ് ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ടെക്നോളജി. അതെന്താണെന്ന് പറയാം. എന്താണ് ഒരു സെൽ? ബയോളജിയിൽ സെൽ എന്നാൽ കോശം, ജീവന്റെ അടിസ്ഥാന ഘടകം. അങ്ങനെ കോടിക്കണക്കിന് സെല്ലുകൾ ചേർന്നാണ് ഒരു ജീവശരീരം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ സെൽ എന്ന് ഉപയോഗിക്കുന്നത് ഊർജം, ഇലക്ട്രിസിറ്റി അടങ്ങിയ ഒരു ചെറിയ കഷ്ണം. അതിനൊരു ആനോഡും ഒരു കാഥോഡും ഉണ്ടാകും. ഏറ്റവും ലളിതമായ ഉദാഹരണം നാം സ്ഥിരമായി ക്ലോക്കുകളിലും റിമോട്ടിലുമൊക്കെ ഉപയോഗിക്കുന്ന ഡ്രൈ സെല്ലുകളും വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺ സെല്ലുകളുമാണ്. അനേകം സെല്ലുകളെ സീരീസായി കണക്ട് ചെയ്താൽ അത് ബാറ്ററിയായി. ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. വെള്ളം എന്നാൽ ഹൈഡ്രജനും ഓക്സിജനും ചേരുന്ന സംയുക്തമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഇതിനെ വേർതിരിച്ചെടുക്കാൻ കഴിയും? ഒരു കുടുംബത്തിൽ കയറി പ്രശ്നമുണ്ടാക്കിയാൽ ഭാര്യയും ഭർത്താവും അടിച്ചു പിരിഞ്ഞ് രണ്ടാകുന്നത് പോലെ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കൊടുത്താൽ വെള്ളം എന്ന ദാമ്പത്യം അടിച്ചു പിരിയും. അതാണ് ഇലക്ട്രോളിസിസ്. അതായത് വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ മതി. വൈദ്യുതി എന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണല്ലോ. അവ ചെന്ന് വാട്ടർ മോളിക്യൂളുകളുമായി അടിയുണ്ടാക്കി ഹൈഡ്രജനെയും ഓക്സിജനെയും 2 വഴിക്കാക്കും. അങ്ങനെയാണ് ഭൂമിയിൽ ഹൈഡ്രജൻ ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം. ഈ ഹൈഡ്രജൻ ഉയർന്ന മർദ്ദത്തിൽ കംപ്രസ് ചെയ്ത് പ്രത്യേക ടാങ്കുകളിൽ സംഭരിച്ചാണ് ഫ്യുവൽ സെല്ലിലേക്ക് എത്തിക്കുന്നത്. ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന സംയുക്തത്തിലൂടെ, അതായത് വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ അവ 2ആയി പിരിഞ്ഞത് നാം മനസ്സിലാക്കി. അപ്പോൾ ഇതിൻ്റെ എതിർദിശയിലൊന്ന് ചിന്തിച്ചു നോക്കൂ. ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമാകുമ്പോൾ സ്വാഭാവികമായി വൈദ്യുതിയും ഉണ്ടാകണമല്ലോ. തങ്ങളെ പിരിച്ച വൈദ്യുതിയെ അടിച്ചു പുറത്താക്കി ഹൈഡ്രജനും ഓക്സിജനും വീണ്ടും ഒന്നിക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന്, നമുക്ക് എന്താണ് ഒരു ഇലക്ട്രിക് ജനറേറ്റർ എന്നറിയാം. ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ കറങ്ങുമ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണുള്ളത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഒരു കണ്ടക്ടർ കോയിലുണ്ട്. ഈ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ കറങ്ങുന്നു, അപ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നു. അതായത് ഒരു ജനറേറ്റർ കൈനറ്റിക് എനർജിയെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്നു. ഇനി ഒരു ഇലക്ട്രിക് മോട്ടോർ എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെയും കണ്ടക്ടർ കോയിൽ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അവിടെ കണ്ടക്ടറിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അവിടുത്തെ ഷാഫ്റ്റ് കറങ്ങുന്നു. ഒരിടത്ത് ചലനം വൈദ്യുതിയാകുന്നു, മറ്റേയിടത്ത് വൈദ്യുതി ചലനമാകുന്നു. അതുപോലെ ഇലക്ട്രോളിസിസിൽ വെള്ളത്തെ വിഘടിപ്പിച്ച് ഓക്സിജനും ഹൈഡ്രജനുമാക്കുന്നു. ഫ്യുവൽ സെല്ലിൽ ഓക്സിജനെയും ഹൈഡ്രജനെയും ചേർത്ത് വെള്ളമാക്കുമ്പോൾ വൈദ്യുതി പുറത്തു വരുന്നു.
ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പറയുമ്പോഴെത്ര നിസ്സാരമല്ലേ, പക്ഷെ പണിയുണ്ട് കേട്ടോ. ഏതൊരു ബാറ്ററി സെല്ലിനും കാഥോഡ്, ആനോഡ് എന്നീ 2 ടെർമിനലുകളും അവ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റും ഉണ്ടാകുമല്ലോ. ആ ടെർമിനലുകളെ കണക്ട് ചെയ്യുമ്പോഴാണല്ലോ വൈദ്യുതി പ്രവാഹമുണ്ടായി നാം ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിലും ഇതുപോലെ ഒരു ആനോഡും ഒരു ഇലക്ട്രോലൈറ്റുമുണ്ട്. ഇതിലെ ആനോഡിന്റെ ഭാഗത്ത് ഹൈഡ്രജൻ നിറയ്ക്കുമ്പോൾ ആ ആനോഡിലുള്ള ഒരു പ്രത്യേക കാറ്റലിസ്റ്റ് എന്ന വസ്തു ഈ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിനെ തള്ളി പുറത്താക്കും. ഒരു ഹൈഡ്രജൻ ആറ്റം എന്നത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും അടങ്ങിയതാണല്ലോ. അതിൽ നിന്ന് ആ ഒരേ ഒരു ഇലക്ട്രോണിനെ ചാടിച്ചാൽ ബാക്കിയാകുന്നത് ഒരു പ്രോട്ടോൺ മാത്രമാണല്ലോ. ആ പ്രോട്ടോൺ അഥവാ ഹൈഡ്രജൻ അയോൺ ഇലക്ട്രോലൈറ്റിൽ കൂടി ഒഴുകി കാഥോഡിൽ വന്നു ചേരും. ഇലക്ട്രോണിന് ഇലക്ട്രോലൈറ്റിൽ കൂടി ഒഴുകാൻ കഴിയില്ല. അത് പുറമെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കണ്ടക്ടർ വയറിലൂടെയാണ് ഒഴുകുക. കണ്ടക്ടറിലൂടെയുള്ള ഇലക്ട്രോൺ പ്രവാഹത്തിന്റെ പേരല്ലേ വൈദ്യുതി എന്ന്. ആ വൈദ്യുതിയെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഉപകരണത്തിലൂടെ കണക്ട് ചെയ്ത് കാഥോഡിലേക്ക് കൂടി കണക്ട് ചെയ്താൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. ആനോഡിൽ നിറച്ച ഹൈഡ്രജൻ തീരുന്നത് വരെ ആ പ്രവാഹം തുടർന്നുകൊണ്ടേയിരിക്കും. പ്രവാഹം പൂർത്തിയാക്കി കാഥോഡിലെത്തുന്ന ഇലക്ട്രോൺ ഇലക്ട്രോലൈറ്റിലൂടെ കാഥോഡിലെത്തിയ പ്രോട്ടോണുമായി വീണ്ടും കൂടിച്ചേർന്ന് പഴയതുപോലെ ഹൈഡ്രജൻ ആകും. അതിനിടയിൽ അന്തരീക്ഷത്തിൽ നിന്ന് കാഥോഡിലെത്തുന്ന ഓക്സിജനുമായി ചേർന്ന് വെള്ളമുണ്ടായി അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ അനേകം ഫ്യൂൽ സെല്ലുകൾ സീരീസായി കണക്ട് ചെയ്താൽ അവയിൽ നിന്ന് വലിയ വൈദ്യുതി ലഭിക്കും. അതുപയോഗിച്ചാണ് ഹൈഡ്രജൻ കാറുകളും ട്രെയിനുകളും എല്ലാം പ്രവർത്തിക്കുക. മേൽ പറഞ്ഞതുപോലെ ഇവിടെ പാഴ്വസ്തുവായി പുറന്തള്ളുന്നത് വെള്ളമാണ്. ജർമ്മനി, ഫ്രാൻസ്, സ്വീഡൻ, ചൈന എന്നീ രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടുന്നത്. ഇന്ത്യയും ആ ഗ്രൂപ്പിലേക്ക് വരികയാണ്. 1200 ഹോഴ്സ് പവർ ഉള്ള 2 ലോക്കോമോട്ടീവുകൾ, അപ്പോൾ ആകെ 2400 HP. ഇപ്പോൾ സർവീസ് തുടങ്ങിയ 2500 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാവുന്ന ചെന്നൈ ICF-ൽ നിർമ്മിച്ച നമ്മുടെ ഈ സ്വന്തം ട്രെയിൻ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള ഹൈഡ്രജൻ ട്രെയിൻ. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, ഹെറിറ്റേജ് റൂട്ടുകൾ തുടങ്ങിയ ഭാഗങ്ങളിലാകും പ്രധാനമായും ഹൈഡ്രജൻ ട്രെയിനുകൾ സർവീസ് നടത്തുക. ഇവിടെ വേറെയും ചില വെല്ലുവിളികളുണ്ട്. ശരിയാണ്, ഹൈഡ്രജൻ വാഹനങ്ങൾ പുറന്തള്ളുന്നത് വെള്ളമായതുകൊണ്ട് അത് പരിസ്ഥിതിക്ക് ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഇവയിൽ നിറയ്ക്കുന്ന ഹൈഡ്രജൻ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു? അത് വൈദ്യുതി ഉപയോഗിച്ച് ഇലക്ട്രോളിസിസ് നടത്തി. ആ വൈദ്യുതി എങ്ങനെ ഉണ്ടാക്കുന്നു? അത് കൽക്കരിയോ ഡീസലോ കത്തിച്ച്. അപ്പോൾ ആത്യന്തികമായി ഹൈഡ്രജൻ വാഹനങ്ങളും പരിസ്ഥിതിക്ക് കേടുവരുത്തുകയല്ലേ? അതെ, അതിനെന്താണ് പരിഹാരം? മറ്റൊന്നുമില്ല, ഹൈഡ്രജൻ ഉണ്ടാക്കാനുള്ള വൈദ്യുതി ഉണ്ടാക്കാൻ പരിസ്ഥിതി ദോഷം വരുത്താത്ത നോൺ കൺവെൻഷണൽ മാർഗങ്ങൾ ഉപയോഗിക്കുക. അപ്പോഴേ അത് പൂർണ്ണമായും ഗ്രീൻ ഹൈഡ്രജൻ ആവുകയുള്ളൂ. അതായത് ഫ്രീ ആയി ഒരു ചെലവുമില്ലാതെ ലഭിക്കുന്ന സോളാർ വൈദ്യുതി ഉപയോഗിച്ചും അതുപോലെ കാറ്റിൽ നിന്ന് കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വൈദ്യുതി, അങ്ങനെയുള്ള വൈദ്യുതി ഉപയോഗിച്ച് വെള്ളത്തിനെ വിഘടിപ്പിച്ചുണ്ടാക്കുന്ന ഹൈഡ്രജനെ മാത്രമേ പൂർണ്ണമായും ശുദ്ധമായ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയാൻ കഴിയൂ. അതുപോലെ ഭൂമിയുടെ ഉൾഭാഗങ്ങളിൽ വലിയ അളവിൽ ഹൈഡ്രജൻ ഉണ്ടായേക്കാമെന്ന് പുതിയ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ചൈനയും ഓസ്ട്രേലിയയുമാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷനിൽ ലീഡ് ചെയ്യുന്നത്. 2023 നടപ്പാക്കി തുടങ്ങിയ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്ന 19,000 കോടി രൂപയുടെ പ്രോജക്റ്റിന് കീഴിൽ നമ്മുടെ രാജ്യത്ത് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ അനുദിനം കൂടി വരികയാണ്. പ്രൊഡക്ഷൻ പ്ലാന്റുകൾ, സപ്ലൈ ലൈനുകൾ, സ്റ്റോറേജുകൾ, ട്രാൻസ്പോർട്ട് എന്നിവയെല്ലാം അടങ്ങിയ ഒരു വമ്പൻ നെറ്റ്വർക്കാണിത്. കൂടാതെ 2030 ആകുമ്പോഴേക്കും ആവശ്യമുള്ള ആകെ വൈദ്യുതിയുടെ 30% സോളാർ ആക്കാനുള്ള ഒരു കർമ്മ പദ്ധതി ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ കൽപ്പാക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉപയോഗിച്ച് ഒട്ടും കാർബൺ പുറന്തള്ളാത്ത പരിസ്ഥിതി സൗഹൃദ ഹൈഡ്രജൻ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയും വിജയിച്ചതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദകരായി ഭാരതം മാറാൻ പോവുകയാണ്. ഹൈഡ്രജൻ ഉൽപ്പാദനം, അവയുടെ സംഭരണം, ട്രാൻസ്പോർട്ട്, അങ്ങനെ വമ്പൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡീസലും ഹൈഡ്രജനും തമ്മിലുള്ള താരതമ്യം ശരിക്കും കൗതുകകരമാണ്. 1 കിലോഗ്രാം ഹൈഡ്രജനിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏകദേശം 3.3 ലിറ്റർ ഡീസലിന് തുല്യമാണ്. അതായത് ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഹൈഡ്രജന് ഡീസലിന്റെ ഏകദേശം 3 ഇരട്ടി എനർജി ഡെൻസിറ്റി ഉണ്ട്. സ്വാഭാവികമായും ഇന്ന് ഗ്രീൻ ഹൈഡ്രജന്റെ വില ഡീസലിനേക്കാൾ വളരെ കൂടുതലാണ്.
എന്നാൽ ഫ്യുവൽ സെല്ലിന്റെ ഉയർന്ന കാര്യക്ഷമതയും മികച്ച പ്രകടനവും കൂടി കണക്കിലെടുക്കുമ്പോൾ പ്രവർത്തന ചെലവിൽ ആ വ്യത്യാസം വലിയ തോതിൽ കുറയും. അതിനു പുറമെ ഇന്ത്യയിൽ ഗ്രീൻ ഹൈഡ്രജന്റെ ഉൽപാദന ചെലവും അതിവേഗം കുറയുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്നാണ്. ഡീസൽ കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ, സൂക്ഷ്മകണങ്ങൾ എന്നിവ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. എന്നാൽ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ട്രെയിനിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുമ്പോൾ പ്രധാന ബൈ പ്രോഡക്റ്റ് വെള്ളവും അല്ലെങ്കിൽ ചെറിയ ചൂടും മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈഡ്രജനെ ഏറ്റവും ശുദ്ധമായ ഗതാഗത ഇന്ധനങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ഹൈഡ്രജൻ ട്രെയിൻ കൊണ്ട് എന്തു പ്രയോജനം? ഇത് വെറും ഒരു ഷോ പീസ് മാത്രമാണ്. ഹൈഡ്രജൻ ഉൽപാദനത്തിലെ ചെലവ് അങ്ങനെ വിമർശനങ്ങളും ധാരാളം വരുന്നുണ്ട്. നോക്കൂ, റെയിൽവേയുടെ വികസനം ഇവിടെ അവസാനിക്കുന്നില്ല. വരും വർഷങ്ങളിൽ റെയിൽ കണക്ടിവിറ്റി ഇല്ലാത്ത നൂറുകണക്കിന് പ്രദേശങ്ങളിലേക്ക് റെയിൽവേ നെറ്റ്വർക്ക് വളരും. വനപ്രദേശങ്ങൾ, പർവ്വത പ്രദേശങ്ങൾ, അതുപോലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഏറ്റവും അനുയോജ്യമായ ടെക്നോളജിയാണ് ഒരു തരി പുകയോ കരിയോ പുറത്തുവിടാത്ത ഗ്രീൻ ഹൈഡ്രജൻ കൊണ്ട് ഓടുന്ന ട്രെയിനുകളും വാഹനങ്ങളും. അതുകൊണ്ട് തന്നെ ഹൈഡ്രജന്റെ ഉപയോഗം വ്യാപകമാവുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനസമൂഹത്തിനെ ഉൾക്കൊള്ളുന്ന ഭാരതത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഹൈഡ്രജൻ ട്രെയിനിന്റെ യാത്രാ നിരക്കും അമ്പരപ്പിക്കുന്നതാണ്. വെറും 5 രൂപ മുതൽ 25 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. അതായത് ചില സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റിനേക്കാൾ കുറഞ്ഞ നിരക്ക്. ഈ പദ്ധതിയുടെ ലക്ഷ്യം ലാഭം മാത്രമല്ല, മറിച്ച് സാധാരണക്കാരെ ഹൈഡ്രജൻ സാങ്കേതിക വിദ്യയുമായി പരിചയപ്പെടുത്തുകയും അതിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇത്രയും കുറഞ്ഞ നിരക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ അധിഷ്ഠിതമായ ഗതാഗതത്തെ ഇന്ത്യ എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് ഈ ഒരു തീരുമാനം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു ട്രെയിൻ സർവീസ് മാത്രമല്ല, ഭാവിയിലെ ശുദ്ധ ഊർജ അധിഷ്ഠിത ഗതാഗത സംവിധാനത്തിലേക്കുള്ള ഇന്ത്യയുടെ വലിയ ചുവടുവയ്പ്പാണ്. അങ്ങനെ നമ്മുടെ പാളങ്ങളിൽ കൂടി ഹൈഡ്രജൻ ട്രെയിനുകളും ഓടിത്തുടങ്ങി. അങ്ങനെ ഹൈഡ്രജൻ ട്രെയിനുകളുടെയും ഗ്രീൻ ഹൈഡ്രജന്റെയും ഉൽപാദനത്തിലും ഉപയോഗത്തിലും മാസ്റ്റർ ചെയ്ത രാജ്യങ്ങളുടെ എലീറ്റ് ക്ലബിലേക്ക് നമ്മുടെ രാജ്യവും എത്തിയിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ ശാസ്ത്ര വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ചിന്തിക്കൂ, പഠിക്കൂ, നിരീക്ഷിക്കൂ, ശാസ്ത്രത്തെ ചേർത്ത് പിടിക്കൂ. നന്ദി, നമസ്കാരം.